ഇന്നത്തെ വചനചിന്ത പ്രാർത്ഥന കേട്ട് ദൈവം പ്രവർത്തിക്കും. ഏലിയാസ് പ്രാർത്ഥിച്ചു, ഇന്ന് കൃപ ചെയ്ത് അടിയൻ്റെ കാര്യം സാധിപ്പിച്ചു തരണമേ. അതുപോലെ തന്നെ ദൈവം ഏലിയാസർ പ്രാർത്ഥിച്ചു പോയ കാര്യത്തെ സാധിപ്പിച്ചുവെങ്കിൽ. ഭക്തനായ നെഹമ്യാവ് പ്രാർത്ഥിച്ചു, കർത്താവേ, നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ എന്ന് അടിയൻ്റെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ എന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ നാളെയല്ല ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ദയയാൽ കാര്യം സാധിപ്പിച്ചു തരണമേ എന്ന് ഏലിയാസർ, നെഹമ്യാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി കാര്യം പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കുന്ന ദൈവം താങ്കളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി നൽകും. ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇന്ന് ദൈവം നമ്മുടെ കാര്യം സാധിപ്പിച്ചു തരും. ഇവൻ വ്യസനപുത്രൻ എന്ന് അമ്മയിട്ട അതിലിനെ പ്രാർത്ഥനയുടെ മറുപടി വിശാലമാക്കി. എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. താൻ അവന് വ്യസനത്തോട് പ്രസവിച്ചു എന്ന് അവൻ്റെ അമ്മ എബേസ് എന്ന് പേരിട്ടു. മനുഷ്യരിട്ട അതിരിനെ, വിളിപ്പേരിനെ വിശാലമാക്കുവാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. മനുഷ്യരിട്ട അതിരുകളെ പൊട്ടിച്ചു മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നുവെന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ്റെ അതിരിനെ ദൈവം വിശാലമാക്കിയെങ്കിൽ എബേസിനെ പറവാൻ ഒരു സന്ദേശമുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയിലും അപേക്ഷയായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കത്ര വേണ്ടതെന്ന്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മറുപടി നൽകുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. പ്രാർത്ഥനയുടെ മറുപടിക്കായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർ മാനുഷികമായി ചിന്തിച്ചാൽ ആ വിഷയത്തിൽ ഇനി ഒരു ഉയർച്ചയും ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് വിശ്വസിച്ചാൽ ഏത് ചലിക്കാത്ത വിഷയമാണെങ്കിലും അവ കണ്ണിൻ്റെ മുൻപിൽ ചിറകടിച്ചുയരും. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, തിരുവചന പ്രകാരം വായിക്കുന്നു, അവൻ സകലതും അതിൻ്റേതായ സമയത്ത് ഭംഗിയായി പ്രവർത്തിക്കുമെന്ന്. ദൈവസന്നിധിയിൽ വിഷയമേൽപ്പിച്ചാൽ അനേക സൽവസരം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ ദൈവം വേഗത്തിൽ നടത്തി തരും. ദൈവസാന്നിധ്യത്തിൽ കടന്നു വരുവാൻ താങ്കൾ തയ്യാറായാൽ ഫലമുള്ളവരായി ദൈവം പുറത്തു കൊണ്ടുവരും. സാക്ഷ്യകൂടാരത്തിൽ വച്ച 12 വടികൾ, അതിൽ 11 വടികളും അഹരോൻ്റെ വടിക്കെതിരായിരുന്നിട്ടും പിറ്റേ ദിവസം സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവ്യഗൃഹത്തിലുള്ള അഹരോൻ്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്തു പൂത്തു ബദാഫലം കാച്ചിരിക്കുന്നു. താങ്കളുടെ ജീവിതത്തിലും ചുറ്റും നിൽക്കുന്ന സകലരും എതിരായിട്ടും ദൈവസാന്നിധ്യത്തിലിരിക്കുന്ന താങ്കൾക്ക് വേണ്ടി അനുകൂലമായി ദൈവം പ്രവർത്തിക്കും. അനേക സൽവസരം കൊണ്ട് ഫലം കായ്ക്കേണ്ട വടി ഒരൊറ്റ രാത്രി കൊണ്ട് മത്സരികളുടെ വടികളുടെ മുൻപിൽ ഫലം ഉളവാക്കിയെങ്കിൽ കഴിയത്തില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കും. ദൈവം അത്ഭുതമാക്കി മാറ്റും. മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യമാകുന്നു. യഹോവ മോശയോട് അഹരോൻ്റെ വടികൾ മത്സരികൾക്ക് ഒരടയാളമായി സൂക്ഷിച്ചുവെങ്കിൽ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുവാൻ തയ്യാറായാൽ താങ്കളോട് മത്സരിക്കുന്നവർക്ക് ഒരടയാളമാക്കി താങ്കളുടെ ദൈവം പുറത്തു കൊണ്ടുവരും. മത്സരികളുടെ മുമ്പിൽ നല്ല ഫലമുള്ള വ്യക്തിയായി നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആകയാൽ ചുറ്റുമുള്ളവർ പിറുപിറുത്തോട്ടെ, ചുറ്റുമുള്ളവർ കുറ്റം പറഞ്ഞോട്ടെ, ചുറ്റുമുള്ളവർ പരിഹസിച്ച് ചിരിക്കട്ടെ. താങ്കളെ കൊണ്ടൊരു കഴിവുമില്ല, താങ്കൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല, താങ്കളുടെ ജീവിതം പരാജയമാണെന്നൊക്കെയും പലരും പറഞ്ഞോട്ടെ. എന്നാൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി താങ്കൾ പ്രാർത്ഥിപ്പാൻ തയ്യാറായി
താങ്കളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി നൽകി താങ്കളെ ശ്രേഷ്ഠമായി ഉയർത്തുവാൻ ദൈവം ശക്തനാകയാൽ ദൈവകരങ്ങളിൽ പൂർണ്ണ വിഷയത്തെയും കൊടുത്ത് സന്തോഷത്തോടു കൂടെ ഉറച്ച വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.